ഗോപി ജയിച്ചതിൽ വഴിപാട് നടത്തി പത്തനംതിട്ടയിലെ ബി.ജെ.പി. പ്രവർത്തകർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിഘ്നേശ്വരന് ഉണ്ണിയപ്പവും അർച്ചനയും വഴിപാട് നടത്തി പത്തനംതിട്ടയിലെ ബി.ജെ.പി. പ്രവർത്തകർ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് മോദിയുടെയും സുരേഷ് ഗോപിയുടെയും പേരിൽ ബി.ജെ.പി. പ്രവർത്തകർ വഴിപാട് കഴിപ്പിച്ചത്. ഉണ്ണിയപ്പവും അർച്ചനയുമാണ് വഴിപാടായി കഴിപ്പിച്ചത്. വിഘ്നങ്ങൾ അകറ്റാനാണ് വിഘ്നേശ്വരന് വഴിപാട് നടത്തിയതെന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. പ്രവർത്തകർ ഇന്ന് വൈകിട്ട് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ ഉണ്ണിയപ്പം പ്രസാദം വിതരണം ചെയ്യുമെന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ചരിത്ര വിജയം നേടി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അതേസമയം നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിനുള്ള തയ്യാറെടുപ്പിലുമാണ്. എന്നാൽ മൂന്നാം മോദി സർക്കാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ കേരളത്തിൽ നിന്ന് 2 പേർ കേന്ദ്രമന്ത്രിയാകുമെന്ന് സൂചന വന്നിരുന്നു. എന്നാൽ ഇന്നലെ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ കേരളത്തിൽ നിന്ന് 2 പേർ കേന്ദ്ര സഹമന്ത്രിമാരായി സ്ഥാനമേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനുമായിരുന്നു മന്ത്രിമാരായി സ്ഥാനമേറ്റത്.